കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി. അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നും ഭാരവാഹികൾ പറഞ്ഞു. മുഖ്യമന്ത്രിയെ വീണ്ടും കാണുമെന്നും ആക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ അസ്ലം ബക്കർ 24-നോട് പറഞ്ഞു. ഓഗസ്റ്റ് 21-നാണ് മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. നടക്കാവ് പോലീസ് അന്വേഷിച്ച കേസിൽ 1 വർഷമായിട്ടും പുരോഗതിയില്ലാത്തതിനാൽ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും മുഖ്യമന്ത്രിയെ സമീപിച്ചതോടെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ADGP MR അജിത് കുമാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതല മലപ്പുറം SP-ക്ക് കൈമാറി. ചുമതലയിൽ നിന്ന് കോഴിക്കോട് സിറ്റി കമ്മീഷണറെ മാറ്റി മലപ്പുറം SP-യെ നിയമിച്ചത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. വിഷയത്തിൽ എതിർപ്പുമായി ആക്ഷൻ കമ്മിറ്റി രംഗത്തെത്തുകയും ചെയ്തു. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്നും ആക്ഷൻ കമ്മിറ്റി. MLAയുടെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരള പോലീസ് ആകമാനം സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നതാണ് ഇന്നിപ്പോൾ MLAയുടെ വെളിപ്പെടുത്തൽ. ഇത് 1 വർഷം മുമ്പ് ഓഗസ്റ്റ് 21-ാം തീയതി മാമി മുഹമ്മദിനെ കാണാതായ അന്ന് മുതൽ കുടുംബം ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുന്നുണ്ട്. അന്ന് പല കാര്യങ്ങളും പോലീസിനോട് സംസാരിച്ചാൽ പോലീസ് ചെവിക്കൊണ്ടില്ല. ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ട്. ഈ മാമി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല. ഇതിന് കേരള പോലീസിനെ ഏതോ ബാഹ്യശക്തി കേരള പോലീസിനെ സ്വാധീനിക്കുന്നു. സത്യസന്ധമായ അന്വേഷണം ആവശ്യപ്പെട്ട് വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി. കേസ് CBI അന്വേഷിക്കണമെന്നാണ് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ബുധനാഴ്ച പരിഗണിക്കും. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24.